പി ജയരാജൻ്റെ അതിന് ഇവർക്ക് കൊടുക്കാൻ എന്താ RJDക്ക് അവരാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് വരെ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്യാത്തത്. ലാലു പ്രസാദും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, തേജസ്വി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പോൾ അതവരുടെ ആഭ്യന്തര കാര്യം, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം. ഞങ്ങൾ ലീഗിൻ്റെ രാജ്യസഭാ സീറ്റ് ഞങ്ങൾ കൊടുക്കാൻ കാരണം എന്താ? അവർക്ക് 3 സീറ്റിന് അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റിംഗ് MP മാരുള്ളതുകൊണ്ട് രാജ്യസഭയിൽ സിറ്റിംഗ് ഇല്ല. അതുകൊണ്ട് രാജ്യസഭ കൊടുത്തു. അവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ജയരാജൻ എന്തിനാ ദുഃഖിക്കുന്നതിനാ? അതൊക്കെ ഇവർ മാറ്റി. അവരുടെ സഖാവൊക്കെ അവർ തന്നെ ഉപേക്ഷിച്ചല്ലോ. ആ പാർട്ടി ഇപ്പോൾ എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് പാർട്ടി കേരളത്തിലെ CPM ആണ്. ബാക്കി CPM ഗതിയില്ല മറ്റ് കേരളത്തിന് പുറത്ത്. ഇവിടെ ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഴയ സഖാവ് വിളികളൊക്കെ മാറ്റി ഇപ്പോൾ പേരിന് വിളിക്കുന്ന സഖാവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മുതലാളിത്ത പാർട്ടിയാണ്. അതുകൊണ്ട് പക്ഷേ എന്തായാലും ഇവിടെ ചിലവാവില്ല. അത് ചില സീറ്റുകളിൽ ചില ഒഴിവുകൾ എന്താ പറയേണ്ടത് കമ്മ്യൂണൽ ബാലൻസും കൂടെ നോക്കി തീരുമാനിക്കണം. അല്ല അത് ആലപ്പുഴയുള്ളവർക്കല്ലേ അറിയാൻ പറ്റും, എനിക്കറിയില്ലല്ലോ. എന്നോട് മത്സരിക്കണം എന്നുള്ള സൂചന നൽകി ഞാൻ മത്സരത്തിന് തയ്യാറെടുക്കും. ബാക്കിയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എന്നോട് മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന് സൂചന നൽകി ഞാൻ അതിൻ്റെ എല്ലാ വർക്കും നടത്തുന്നുണ്ട്. ഏതാ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും എനിക്ക് നിർദ്ദേശം മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം. അത് വന്നാൽ ഞാനിപ്പോൾ വടകരയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അന്തിമ പട്ടിക എപ്പോഴാണ് വരിക വെച്ചാൽ വരട്ടെ. എന്നോട് രംഗത്ത് നിൽക്കാൻ പറഞ്ഞു. കാരണം വടകരയിൽ ഇപ്പോൾ ആർക്കും മത്സരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് വടകരയ്ക്ക് വലിയ ഉഴുതും തള്ളൊന്നുമില്ല. ആർക്കും വേണ്ടാത്തതല്ല, അവിടെയൊക്കെ പോയിരുന്നെങ്കിൽ കുറച്ച് മനക്കെട്ടിയും നല്ല ധൈര്യവും വേണം. എനിക്കത് രണ്ടും ഉണ്ട്. കാരണം അവിടെ അക്കരെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതായത് ഈ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്തിയാലേ വടകരയിൽ ജയിക്കാൻ കഴിയൂ. എനിക്കൊരു ധൈര്യക്കുറവില്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വടകര ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാണോ? അതിൻ്റെ പരീക്ഷണം ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളുടെ ദൗർബല്യവും ഞങ്ങളുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ്സിനും അറിയാം, ലീഗിനും അറിയാം. അത് ഞങ്ങൾ 53 കൊല്ലത്തെ ബന്ധമാണ്. അങ്ങനത്തെ ഒരു ബന്ധം CPM-നില്ലല്ലോ. കോൺഗ്രസും ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് 1970. ആ സഖ്യം ഉണ്ടായിട്ട് ആ സഖ്യം ഇന്നേരം ബ്രേക്ക് ഇല്ലാണ്ട് പോവുക. അതുപോലത്തെ ഒരു സഖ്യം ഇവർക്കുണ്ടോ? CPI ചെന്നിട്ട് എത്ര നാളെ കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? RJD ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ജനതാദൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായിട്ട് കേരളത്തിൽ സീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. LDFൻ്റെ കൂടെയുള്ള ഏത് പാർട്ടിയാണ് അവരുടെ കൂടെ ഒരു 15 കൊല്ലത്തെ ബന്ധമുണ്ട്. ആകെ CPI ഇപ്പോൾ 80 പോയി. അതിനുശേഷമുള്ള ബന്ധമല്ലേ ഉള്ളൂ. അതിനിപ്പോൾ 10 കൊല്ലം ഞങ്ങളുടെ കൂടിയായിരുന്നു. CPI തന്നെ പറയാറുണ്ട്, ഞങ്ങൾ വന്നുകൊണ്ടാണ് 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും ഭരണം കിട്ടുന്നത് CPM-ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ബന്ധം തുടങ്ങിയത് ജയരാജൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ശക്തിയും ദൗർബല്യവും ജയരാജനെ അളക്കാൻ ഞങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ല.